അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. മഹാനായ അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ അൻസാറു ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിനുൻ വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖുൻ ഫമൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ് വമൻ അബ്ഗളഹും അബ്ഗളഹുല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സഹായിക്കുന്നവരെ റഹ്മാനായ റബ്ബിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിനെയും അവൻ റസൂലിനെയും സഹായിക്കാൻ തയ്യാറ് ഉള്ളവർക്ക് അള്ളാഹു തൻ്റെ സഹായം നൽകാമെന്ന് വാഗ്ദാനം നൽകിയത് പോലും പലവരും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻ തൻസുറുല്ലാ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ സഹായിച്ച ഒരുപാട് ആളുകൾ കടന്നുപോയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളുകളായിരുന്നു മദീനക്കാർ. ലോകം പിന്നീട് അവരെ വിളിച്ചു അൽ അൻസാർ അഥവാ സഹായിക്കുന്ന ആളുകളെന്ന്. സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്, വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രാരംഭ ദിശയിൽ അതിൻ്റെ വ്യാപനത്തിനും അതിൻ്റെ ഒരു ക്രമീകരണത്തിനുമൊക്കെ അൻസാരികളിൽ നിന്നും മദീനക്കാരിൽ നിന്നും കിട്ടിയ ഒരു സഹായം എന്നുള്ളത് തുല്യതയില്ലാത്ത സഹായമായിരുന്നു അവരിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നതായിരുന്നു അവരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇതുവരെ തൻ്റെ ജീവിതത്തിൽ ഒരു നോക്കുപോലും കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തനിക്കുള്ളതെല്ലാം കൊടുക്കുന്ന, പകുത്തു നൽകുന്ന അൻസാറുകളെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റഹ്മാനായ റബ്ബ് അവരെ പുകഴ്ത്തിയിട്ട് ഒരുപാട് വചനങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞു, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് സ്വദേശം വെടിഞ്ഞു വന്ന ആളുകളെ അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇഷ്ടപ്പെടുന്നു, വലിയ ഇഷ്ടമാണ് അവർക്ക്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവർക്ക് നൽകുന്ന ആവശ്യങ്ങൾക്കൊന്നും ഇവരുടെ മനസ്സിൽ പ്രത്യേകിച്ചൊരു പ്രയാസവും കാണുന്നില്ല എന്നാണ്. എന്നിട്ടോ വയുതിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെക്കാൾ മുൻഗണന തന്നിലേക്ക് ഹിജറ വന്ന ആളുകൾക്ക് കൊടുത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിയാണ്, അവരുടെ വീട് പകുത്തു നൽകും നമുക്ക് കാണാൻ കഴിയും. അവിടെ കച്ചവടം പകുത്തു നൽകും നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഒന്നിൽ കൂടുതൽ ഇണകളുണ്ടെങ്കിൽ ഒരാളൊക്കെ തൊലാക്ക് ചൊല്ലി അവിടെ യുദ്ധകാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇണയാക്കാം എന്ന് പറഞ്ഞ് പരസ്പരം സ്നേഹിക്കുന്ന, സഹകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഉള്ളതെല്ലാം അവർ പകുത്തു നൽകുന്ന ആളുകളെയാണ് കാണാൻ കഴിയുന്നത്. ലോകത്ത് ഇന്ന് വരെ അവരെപ്പോലെ സഹായിച്ച ഒരാളെയും ചരിത്രത്തിൻ്റെ ഏത് മൂലയും മുക്കും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീനിനെ ഇത്രമാത്രം സ്നേഹിച്ച, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇത്രയേറെ ആളുകളെ സഹായിച്ച ഈ മഹാരഥന്മാരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അൽ അൻസാറു ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ, ഒരു വിശ്വാസിക്കല്ലാതെ അൻസാരികൾ ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്നാണ്. വലാ യുബ്ഗിലുഹും ഇല്ലാ മുനാഫിഖ്, ഇത്രയൊക്കെ പ്രയാസങ്ങൾ സഹിച്ച് സഹായം കരുതി വെച്ച അൻസാറുകളെ ആരെങ്കിലും അവരെ ബുഗൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ, ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, അവരോട് അപ്രിയം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ സാക്ഷാൽ മുനാഫിക്ക് മാത്രമാണ് എന്ന അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫമൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമാർക്കെങ്കിലും വേണമെങ്കിൽ അവർ അൻസാരികളെ ഇഷ്ടപ്പെടണമെന്നാണ്. അൻസാരികളെ ഇഷ്ടപ്പെടണമെന്നാണ്. ആ ഇഷ്ടം മാത്രം പോരാ നമുക്ക് അവരോട്, അവരുടെ ജീവിതത്തെ മാതൃകയാക്കാനും നമുക്ക് കഴിയണമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിനെ എല്ലാ നിലക്കും മാതൃകയാക്കേണ്ടവരാണ് നമ്മൾ. വിശിഷ്യ അൻസാറുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടം നമുക്കുണ്ട്. ഒന്ന്, നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടേത് മാത്രം എന്ന് ചുരുങ്ങാതെ മറ്റുള്ളവർക്ക് സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ നമ്മുടെ ഇട്ടവട്ടത്ത് മാത്രം ഒതുങ്ങിക്കൂടാതെ മറ്റുള്ളവരെ സ്വദേഹങ്ങളെപ്പോലെ കണ്ട്
മറ്റുള്ളവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമായി, അവരുടെ ഒരു ആവശ്യം നമ്മുടെ കൂടെ ആവശ്യമായി നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നതാണ് ഇവരെ ഇഷ്ടപ്പെടുക, ഇവരെ മാതൃകയാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്നും ഉൾക്കൊള്ളാനുള്ളത്. സുഹൃത്തുക്കളെ, ഇവരെ മാത്രം സ്നേഹിക്കലല്ല, ഇവരെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. സ്വഹാബാക്കളെ മുഴുവനും സ്നേഹിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആദ്യമായിക്കൊണ്ട് മുഹാജികളുടെ കൂട്ടത്തിൽ നിന്നും അൻസാറിന്റെ കൂട്ടത്തിൽ നിന്നും അതേപോലെ തന്നെ വന്ന ആളുകളെയും അവർ മാത്രമല്ല ഇവരുടെ പാത പിൻപറ്റി നന്മയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എല്ലാ മുഹാജിർ അൻസാറുകളെ മാത്രമല്ല മുഹാജിറുകളെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയേണ്ടതുണ്ട്. എല്ലാ സ്വഹാബാക്കളെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. എങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകുമെന്നും വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്ത അൽ അൻഹാർ ഖാലിദീന ഫീഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് താഴ്ഭാഗത്തു കൂടെ ഒഴുകുന്ന നദികളുള്ള സ്വർഗത്തോപ്പുകൾ ഉണ്ട് എന്നാണ്. ദാലിക്കൽ ഫൗസുൽ അലീം, അതല്ലയോ ഏറ്റവും വലിയ വിജയമെന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോൾ സ്വർഗമാണ് ഇതിലൂടെ നമ്മളെ കാത്തിരിക്കുന്നത് എന്ന സന്തോഷ വാർത്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സ്വഹാബാക്കൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗദീപങ്ങളാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എല്ലാം ത്യജിച്ചവരാണ്. നീതിമാന്മാരല്ലാത്തൊരു സ്വഹാബിയെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. അവരെ ചീത്ത വിളിക്കുക, അവരെ അസഭ്യം പറയുക, അവരെ നിന്ദിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ദോഷകരമായ, അള്ളാഹുവിൽ നിന്നും നരകം നേടാൻ വരെ കാരണമാകുന്ന മഹാപാതകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അവരെ അനുധാവനം ചെയ്യുക വഴി നമുക്ക് സ്വർഗമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുക. ഇങ്ങനെ സ്വഹാബാക്കളെ ഒന്നടങ്കം, വിശിഷ്യ അൻസാറുകളെയും മുഹാജിറുകളെയും പ്രത്യേകിച്ചും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും അവരുടെ മാതൃക ജീവിതത്തിൽ കൊണ്ടുവരാനും അവർ പോയ സ്വർഗത്തിലേക്ക് അവരെപ്പോലെ അവർ നടന്ന വഴികളിലൂടെ നടന്ന് നമുക്കും അവിടെ എത്താൻ കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.